പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇനി പ്രശ്നങ്ങൾ ഒഴിവാക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ വരുൺ. ഇതേ തുടർന്ന് ധനലക്ഷ്മിയെ ഫോൺ ചെയ്യുകയും എന്തായാലും ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ്, നിങ്ങളുടെ പെൺകൊച്ചുമായി എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല, ഇനി നിങ്ങളുടെ കാര്യമായി ഞാൻ ഇടപെടാൻ വരുന്നില്ല. ഈ കാര്യം പറയാനാ വിളിച്ചത്. എന്ത്? വരുണിന് ഇനി പൈസയെല്ലാം തിരികെ കൊടുക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചേ മതിയാകൂ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അത് ഉറപ്പ് തന്നെയാ. അതുകൊണ്ട് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം. ഇതിന്റെ ഭാഗമായി നീ ഇങ്ങനെ പേടിക്കാതടാ, നിന്റെ കൂടെ പോലീസൊക്കെ ഇല്ലേ? ഒരു 4 പോലീസുകാരെ കൂടുതൽ കൂട്ടി നീ ഇങ്ങോട്ട് വാ, അതോടെ കാര്യങ്ങൾ ശരിയാകും. വെറുതെ ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ കാര്യങ്ങൾ മനസ്സിലാക്ക്, എന്നിട്ട് കാര്യങ്ങൾ ചെയ്യേ. വെറുതെ പേടിക്കില്ലേ. ആൺപിള്ളേരെ പോലെ മുന്നിലേക്ക് വാ. അത് ശരിയാണല്ലോ, ആ പറഞ്ഞതിലൊരു പോയിന്റ് ഇല്ലേ എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ. ഇതോടെ ഇനി തിരിച്ചടിക്കണം. ആ ശരി, ഞാൻ ഇനി പിന്മാറാൻ തയ്യാറല്ല. എനിക്ക് എൻ്റെതായ തീരുമാനം ഉണ്ട്. ഞാനതിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യും. കാര്യങ്ങൾ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് വരുൺ. ഞാൻ എന്തായാലും കാര്യങ്ങൾ നേരിട്ട് മാനേജ് ചെയ്തു കൊള്ളാം, ആ കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് വരുൺ. പക്ഷേ ഇതേ സമയം ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന കൺമണിയാകട്ടെ വരുണിനെ തിരിച്ചടിക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാര്യങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാനും തയ്യാറല്ല. എൻ്റെ ജീവിതമാണ്, ഞാനത് കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആരുടെ മുന്നിലും അടിയറവ് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുമ്പിലേക്ക് നീക്കങ്ങൾ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ. ഇതിൻ്റെ ഭാഗമായാണ് ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഇതിനിടയിൽ പാലും ഒക്കെ കൊടുത്തുകൊണ്ട് മാനസയെ ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ശ്രമവുമായി ആൻറ്റിയമ്മ മുന്നിലേക്ക് പോകുമ്പോഴാണ് ആൻറ്റിയമ്മയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന കൃഷ് തീർത്ത് പറഞ്ഞത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മാനസയ്ക്ക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.